അനൂസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു 4 മണി പലഹാരമാണ്. ഏത്തപ്പഴവും മുട്ടയും വെച്ചിട്ട് വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഈ ഒരു പലഹാരം നമ്മൾ ചായ തിളയ്ക്കാൻ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സിമ്പിൾ പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആണ്, കുട്ടികാരെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഞാനിവിടെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്താണ്, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരം പാലൊഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു കിട്ടാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായി തന്നെ ഇളക്കി എടുത്തിരിക്കുകയാണ്. ഇതൊന്ന് നീക്കി വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാകാൻ വെച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ആ മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഏത്തപ്പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി 1 മിനിറ്റ് സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തീരെ അങ്ങ് ഉടഞ്ഞു പോവേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഏകദേശം 1 മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ നെയ്യിൽ കിടന്ന് നന്നായി തന്നെ വിളഞ്ഞു വന്നോട്ടെ. അപ്പോൾ നെയ്യിൽ കിടന്ന് നന്നായി തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടി നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കിയാൽ മതിയാവും. ആ നാളികേരമൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. അപ്പോൾ ഇതാ നാളികേരവും പഴവും നന്നായി തന്നെ ഒന്ന് ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കരിപ്പെട്ടി എടുത്തിരിക്കുന്നത്. നമുക്ക് എത്രത്തോളം മധുരം വേണം അതനുസരിച്ചിട്ട് കരിപ്പെട്ടി കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചൊഴിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ശർക്കര യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ പഞ്ചസാര എടുക്കാം. എന്തായാലും കുഴപ്പമില്ല. നന്നായി തന്നെ ഒന്ന് ഇളക്കി ഇതൊന്ന് കുറുകി വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വന്നാൽ മതി. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം നമ്മൾ നേരത്തെ കലക്കി എടുത്തിരിക്കുന്ന ആ മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്തായാലും 10 മിനിറ്റിന് താഴെ സമയം വരുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 7 മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫാക്കി ഇടാം. അപ്പം ഞാനിത് തയ്യാറാക്കി എടുത്തപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഒന്ന് കരിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ടിട്ട് അതിൻ്റെ ദോശക്കല്ലിൻ്റെ മുകളിൽ ഈ പാൻ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. മുട്ടയൊക്കെ നമ്മൾ ശർക്കരയൊക്കെ ഒഴിക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ അടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പം ഞാനിത് ചൂടോടുകൂടി തന്നെയാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. കുറച്ച് തണുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. കൂട്ടുകാരെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും വരാം കേട്ടോ. താങ്ക്